ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളത് റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി. ഇനി നേരെ കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുകയാണ്. ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട്. രാവിലെ ഒരു 4 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും അതുപോലെ വൈകുന്നേരം 4 മണി മുതൽ 8:15 വരെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക ആഘോഷങ്ങളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഈ സമയത്തിന് ചെറിയ മാറ്റം വരും. വർക്കിംഗ് ഡേയ്സ് നോക്കി വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ക്ഷേത്രത്തിലോട്ടുള്ള വഴിയിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ല. ഈ അകത്തെന്താ അവസ്ഥയെന്ന് അറിയത്തില്ല, അത് പോയി നോക്കാം നമുക്ക് എന്തായാലും. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കന്യാകുമാരിയിൽ വരും കേട്ടോ. വരുമ്പോഴൊക്കെ മാക്സിമം ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടേ പോകാറുള്ളൂ. നല്ല ശക്തിയുള്ള ദേവിയാണ്. ശരിക്കും കന്യാകുമാരി ദേവിയുടെ കഥ പറയുന്ന ഒരു മലയാള ഫിലിം ഉണ്ട്, ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞിട്ട്. വളരെ പഴയതാണ്, 1974 മറ്റുള്ള പടമാണ് കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കുറേ തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേവിയുടെ കഥയൊക്കെ എനിക്ക് ഏറെക്കുറെയൊക്കെ അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ ഒരു അറിവിലുള്ള കഥയാണ് കേട്ടോ. അതായത് പണ്ട് പണ്ട് കാലങ്ങൾക്ക് മുമ്പ് ബാണാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഒരു കന്യകയാൽ മാത്രമേ താൻ കൊല്ലപ്പെടൂ എന്ന ഒരു വരം ഈ അസുരന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബാണാസുരൻ ഭയങ്കര ഉപദ്രവകാരിയായിരുന്നു കേട്ടോ. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി പാർവതി ദേവിയോട് അപേക്ഷിക്കും ഈ ബാണാസുരനെ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കളയണമെന്ന്. അങ്ങനെ ഈ ബാണാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പാർവതി ദേവി ഒരു കന്യകയായിട്ട് ജനിക്കുന്നത്. പിന്നീട് ദേവി വളർന്ന് ഒരു വലിയ പെൺകുട്ടിയാകുമ്പോൾ ശിവഭഗവാനെ വിവാഹം കഴിക്കണം എന്ന ഒരു ആഗ്രഹം വരും. അങ്ങനെ കഠിന തപസ്സൊക്കെ ചെയ്യും. അങ്ങനെ ശിവഭഗവാൻ ദേവിയുടെ ഭക്തിയൊക്കെ കണ്ട് സന്തോഷം വന്ന് വിവാഹത്തിന് സമ്മതിക്കും. ഭഗവാൻ അറിയാമല്ലോ ഇത് പാർവതി ദേവിയാണെന്ന്. അങ്ങനെ വിവാഹമൊക്കെ തീരുമാനിക്കും. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇവരുടെ ഒരു കല്യാണ മുഹൂർത്തം എന്ന് പറയുന്നത് അർദ്ധരാത്രിയിലായിരിക്കും. അപ്പോഴാണ് നമ്മുടെ നാരദ മുനിയുടെ എൻട്രി. ദേവി വിവാഹം കഴിച്ചാൽ ബാണാസുരനെ കൊല്ലാനാകില്ല എന്ന് മനസ്സിലാക്കിയ നാരദൻ ഒരു കോഴിയായി രൂപം മാറി പകലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൂവിക്കൊണ്ടിരിക്കും. വിവാഹത്തിനായിട്ട് വരുന്ന ശിവൻ ഇത് പകലാണ്, മുഹൂർത്തം കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ച് തിരിച്ചു പോകും. ഇതറിയുന്ന ദേവിക്ക് ആകെ നിരാശയാവും. ഇനി ഞാൻ നിത്യകന്യകയായി തന്നെ ഇരിക്കുമെന്ന് ദേവി പ്രതിജ്ഞയും ചെയ്യും. പിന്നീട് ബാണാസുരൻ ദേവിയെ ബലമായിട്ട് വിവാഹം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ദേവി ബാണാസുരനെ കൊന്ന് തന്റെ ജന്മലക്ഷ്യം പൂർത്തിയാക്കും. അങ്ങനെ കഥ പറഞ്ഞ് നമ്മളിത് ആ ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തി കേട്ടോ. അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പോയി തൊഴുതിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കഥ പറയാം. അങ്ങനെ നമ്മളിത് ആ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. തീരെ തിരക്കില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കണ്ടു തൊഴാൻ പറ്റി ദേവിയെ. നമ്മൾ ദേവിയുടെ കഥയായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു എനിക്ക് ദേവിയെ പറ്റി അറിയാവുന്ന ഒരു കഥയെന്ന് പറയുന്നത്. പിന്നെ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ഈ 3 കടലുകളും കൂടിച്ചേരുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ദേവിയുടെ കാര്യം പറഞ്ഞല്ലോ, കന്യാകുമാരി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പാർവതി ദേവിയുടെ അവതാരമാണ്. നിത്യകന്യക രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. പിന്നെ കുറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട്. അതിലൊന്നാണ് ദേവിയുടെ മൂക്കൂത്തിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിശ്വാസം. അതായത് ദേവിയുടെ മൂക്കൂത്തി അത് രാത്രിയിൽ അത്രയും പ്രകാശിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പഴയ കാലത്ത് കടൽ യാത്രക്കാർക്കൊക്കെ ഈ മൂക്കൂത്തിയുടെ പ്രകാശം വലിയ രക്ഷയായിരുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിനോട് ചേർന്ന മണലിൽ നമുക്ക് അരിയും ധാന്യങ്ങളും കാണാമെന്ന് പറയപ്പെടുന്നുണ്ട്. ദേവിയുടെ വിവാഹത്തിനായിട്ട് തയ്യാറാക്കിയ വിഭവങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇതെന്നാണ് വിശ്വാസം. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, കന്യാകുമാരി ക്ഷേത്രം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഭരണപരമായി ഇത് കേരള സർക്കാരിന് കീഴിലുള്ള ട്രാവൻകൂർ ദേവസ്വം ബോർഡാണ് നിയന്ത്രിക്കുന്നത്. ഇതിന്റെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് കന്യാകുമാരി ട്രാവൻകൂർ രാജ്യത്തിന്റെ, അതായത് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ട്രാവൻകൂറിലെ രാജാക്കന്മാരും ഭഗവതിയുടെ വലിയ ഭക്തന്മാരായിരുന്നു. അവർ തന്നെയാണ് ഈ ക്ഷേത്രം സംരക്ഷിച്ചു പോന്നിരുന്നതും. പക്ഷേ 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, അതായത് നമ്മുടെ സംസ്ഥാന പുനഃസംഘടന നടന്ന സമയത്ത് ഭാഷാപരമായ അടിസ്ഥാനത്തിൽ തമിഴ് സംസാരിക്കുന്ന പ്രദേശങ്ങൾ തമിഴ്നാട്ടിലേക്കും അതുപോലെ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ കേരളത്തിലേക്കും ചേർക്കപ്പെട്ടു. അങ്ങനെ കന്യാകുമാരി ജില്ല തമിഴ്നാട്ടിലേക്ക് ചേർന്നെങ്കിലും ട്രാവൻകൂർ രാജകുടുംബം കൈകാര്യം ചെയ്തിരുന്ന ചില ക്ഷേത്രങ്ങൾ, അതിൽ നമ്മുടെ ഈ കന്യാകുമാരി ക്ഷേത്രവും വരും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ തുടർന്നും ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ തന്നെ തുടരുകയായിരുന്നു. ഇപ്പൊ ക്ഷേത്രം തമിഴ്നാട്ടിലാണ്, പക്ഷെ ഭരണം അതുപോലെ പൂജാരികളുടെ നിയമനം പിന്നെ ചടങ്ങുകളുടെയൊക്കെ നിയന്ത്രണം ഇതൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന തമിഴ്നാട്ടിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്നൊരു പ്രത്യേകതയും നമ്മുടെ ഈ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിന് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കന്യാകുമാരി ദേവി ക്ഷേത്രത്തെ കുറിച്ച് അറിയാവുന്ന ചരിത്രവും അതുപോലെ ഐതിഹ്യങ്ങളും. അങ്ങനെ നമ്മൾ എന്തായാലും ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് നേരെ തിരുവള്ളുവരുടെ സ്റ്റാച്ചുവിലും അതുപോലെ തന്നെ വിവേകാനന്ദ പാറയിലും പോകാൻ വേണ്ടിയിട്ട്. നല്ല ചൂട് ദോശയും സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ഇനി ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ വ്ളോഗൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കണേ. നമ്മുടെ കന്യാകുമാരി ട്രിപ്പിന്റെ ഫുൾ വ്ളോഗ് കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കന്യാകുമാരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.